പിറ്റേന്ന് ശിവമണി നേരിട്ട് സ്വപ്നയുടെ വീട്ടിൽ പോയി കല്യാണം നിശ്ചയിച്ചു. ഇതിൽ പേടിച്ച സ്വപ്ന, എങ്ങനെയെങ്കിലും ആ ശിവമണിയിൽ നിന്ന് എന്നെ രക്ഷിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഒളിച്ചോടാം എന്ന് ജീവയോട് പറഞ്ഞു. അവർ രണ്ടുപേരും സംസാരിക്കുന്നത് ആരോ ഫോണിൽ വീഡിയോ എടുത്തിരുന്നു. പിന്നീട് ജീവ ശിവമണിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ശിവമണി ആ വീഡിയോ അവന്റെ മുന്നിൽ വെച്ച് തന്നെ പ്ലേ ചെയ്തു. ശിവമണി അവനെ അടിക്കുകയും തോക്ക് അവന്റെ നേരെ ചൂണ്ടുകയും ചെയ്തു. എന്നെ കൊന്നാൽ സ്വപ്നയെ തനിക്ക് കിട്ടില്ല, ഞാനവളെ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് ജീവ പറഞ്ഞു. അവൾക്കൊന്നും സംഭവിക്കരുതെന്ന് കരുതി പേടിച്ച് ശിവമണി അവനെ വിട്ടയച്ചു. ജീവ നേരെ അവളുടെ അടുത്തെത്തി. അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അവിടേക്ക് ശിവമണി വരികയും ജീവയെ അടിക്കുകയും ചെയ്തു. ഇനി അടിച്ചാൽ അവൻ മരിച്ചുപോകുമെന്ന് പേടിച്ച് ഞാൻ കല്യാണത്തിന് തയ്യാറാണ്, അവനെ വെറുതെ വിടണം എന്ന് സ്വപ്ന ശിവമണിയോട് പറഞ്ഞു. സ്വപ്ന പറഞ്ഞതുകൊണ്ട് ശിവമണി അവളെയും കൂട്ടിപ്പോകാൻ തുടങ്ങുമ്പോൾ ജീവയ്ക്ക് ബോധം വരികയും അയാൾ ശിവമണിയുടെ ഗുണ്ടകളെ എല്ലാവരെയും അടിച്ചു വീഴ്ത്തുകയും ചെയ്തു. പിന്നീട് ശിവമണിയോട് പ്രണയം അവർക്ക് തോന്നേണ്ടതാണ്, പേടിപ്പിച്ചു വാങ്ങേണ്ടതല്ല എന്ന് ജീവ പറഞ്ഞു. ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ഭാര്യയാണെങ്കിലും അവളുടെ മനസ്സിൽ എപ്പോഴും ഞാനായിരിക്കും. നിങ്ങൾക്കവളെ ശരിക്കും ഇഷ്ടമാണെങ്കിൽ അവളുടെ ഇഷ്ടത്തിന് വിടണം എന്നെല്ലാം ജീവ പറഞ്ഞപ്പോൾ ശിവമണിയുടെ മനസ്സ് മാറി. അയാൾ സ്വപ്നയെ ജീവയ്ക്ക് തന്നെ തിരിച്ചുകൊടുത്തു. അവളെ നന്നായി നോക്കിക്കൊള്ളാമെന്ന് ജീവയും ഉറപ്പു നൽകി.